ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പുതിയ ചാനലില് ഇങ്ങനെ ഒരു പുതിയ വീഡിയോ ചെയ്യുന്നത്? സംഭവം അതൊന്നുമല്ല. ഏകദേശം ഒരു 1.5 മാസം മുമ്പ് എനിക്ക് യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ചാനലിലെ ഒരു 9 വീഡിയോസിന് സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ നോട്ടിഫിക്കേഷൻ അങ്ങനെ വല്ലാണ്ട് ശ്രദ്ധിച്ചതില്ല. ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ആ നോട്ടിഫിക്കേഷൻ കണ്ടത്. ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ അങ്ങനെ ഞാൻ എടുത്തു നോക്കാറില്ല. അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ 9 വീഡിയോസ് യൂട്യൂബിന്റെ ഗൈഡ് ലൈൻസ് ആക്ച്വലി വയലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ കാര്യം എന്ന് നോക്കിയപ്പം നമ്മുടെ വീഡിയോസിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന പല ടൈറ്റിൽസും അതുപോലെ തന്നെ തംബ്നെയിൽസും ശരിക്കും നമ്മളങ്ങനെ യൂട്യൂബിൽ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ടൈറ്റിൽസും തംബ്നെയിൽസും ആയിരുന്നു. ചില ഫ്രേസസ് ഒക്കെ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മണി മാനേജ്മെന്റ് അല്ലെങ്കിൽ അസറ്റ് റിലേറ്റഡ് കണ്ടന്റ്സ്, ട്രേഡിംഗ് കണ്ടന്റ്സ്, അങ്ങനെയുള്ള കണ്ടന്റ്സ് ഒക്കെയാണ്. അപ്പൊ നമ്മള് ആക്ച്വലി അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. അതൊരു സെൻസിറ്റീവ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണമായിരുന്നു അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഞാനത് അത്രയ്ക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്തിരുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് ഞാൻ വന്നു കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് കണ്ടത്. പിന്നെ നമ്മൾ അപ്പീലിന് പോയി. പക്ഷെ അതിനു മുമ്പേ യൂട്യൂബ് നമ്മളുടെ ചാനല് ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത് പുതിയൊരു ചാനൽ തുടങ്ങാം. അപ്പം എല്ലാ ഗൈഡ് ലൈൻസും, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും നമ്മൾ ശ്രദ്ധിച്ച് പുതിയൊരു ചാനല് തുടങ്ങാമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പം നിങ്ങൾ കഴിഞ്ഞ ചാനല് നമ്മളെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ ഒരു ചാനലിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളുടെ ബാക്കിയുള്ള വീഡിയോസ് ഫുള്ള് നമ്മൾ വരുന്നത് ഈ ഒരു ചാനലിലായിരിക്കും. അപ്പം വീക്ക്ലി മിക്കവാറും ഒരു വീഡിയോ 2 വീഡിയോ ഇടാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മൾ ചാനലിൽ ചെയ്ത പോലെ തന്നെ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. മെയിൻലി നമ്മൾ ട്രേഡിംഗ് റിലേറ്റഡ് കണ്ടന്റ്സും അതുപോലെ ടെക് റിലേറ്റഡ് കണ്ടന്റ്സും ആയിരിക്കും ഈ ഒരു ചാനലിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതിലേക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്തുകൊണ്ടാണ് നമ്മുടെ പഴയ ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് അത് മിസ്സായെന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നുള്ളൊരു ചുമതല ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.